എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, സ്പോർട്സ് കോട്ട, മെറിറ്റ് കോട്ട, മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെയും അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെയും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടാകും. വിവിധ വിഭാഗങ്ങളിലായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, ഈ ഒരു HSCAP വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാം കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞാൽ മെറിറ്റ് കോട്ടയാണ്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന് പറഞ്ഞാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണ്. അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് കോട്ടയാണ്. അതുപോലെ തന്നെ VHSC എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. VHSC എന്ന് പറഞ്ഞാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ, അതായത് വിവിധ തരത്തിലുള്ള കോട്ടകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാകും. അതായത് വിവിധ വിഭാഗങ്ങളിൽ സീറ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പണി കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോയിട്ട് അഡ്മിഷൻ നേടും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇവിടെ മെറിറ്റ് കോട്ട, അതുപോലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂള്, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട എന്നിങ്ങനെ, അതുപോലെ തന്നെ VHSC എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതായത് ചില വിദ്യാർത്ഥികൾക്ക് ഇതിൽ ഈ ഒരു മെറിറ്റ് കോട്ടയിൽ മാത്രം ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ, ചില വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ, ചില വിദ്യാർത്ഥികൾക്ക് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അതായത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ അവിടെ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്താലോ യാതൊരുവിധ പ്രശ്നവുമില്ല. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഒന്നിലധികം സ്കൂളുകളിലേക്ക്, അതായത് ഒന്നിലധികം വിഭാഗങ്ങളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് പറയാം, HSC വിഭാഗത്തിൽ നിങ്ങൾക്ക്, അതായത് SWS അതായത് മെറിറ്റ് കോട്ടയിലോ അല്ലെങ്കിൽ മോഡൽ റെസിഡൻഷ്യൽ കോട്ടയിലോ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിലോ ഇതിൽ ഏതെങ്കിലും ഒരു കോട്ടയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ VHSCയിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളിൽ പ്രധാനമായിട്ടും എല്ലാ വിദ്യാർത്ഥികളും ചിലപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പോയിട്ട് അഡ്മിഷൻ നേടും. അപ്പോൾ ഇതിൽ അഡ്മിഷൻ നേടുന്നതുകൊണ്ട് പ്രോബ്ലം ഉണ്ട് എന്നല്ല പറയുന്നത്. അപ്പോൾ നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സീറ്റ് നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അതായത് ഹയർ സെക്കൻഡറിയിൽ സീറ്റ് നഷ്ടപ്പെടുമ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഏത് കോട്ടയിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു കോട്ടയിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പിന്നീട് നിങ്ങളെ പുറത്താക്കുകയും നിങ്ങൾക്ക് ഈ വർഷം ആ ഒരു കോട്ടയിൽ അലോട്ട്മെൻറ്റ് നേടാൻ സാധിക്കാതെ വരികയും ചെയ്യും. അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മെറിറ്റ് കോട്ടയായിട്ടുള്ള SWS വിഭാഗത്തിലും അതുപോലെ VHSCയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ നേരിട്ട് എന്ത് ചെയ്യും, VHSCയിൽ ചിലപ്പോൾ അഡ്മിഷൻ നേടും, പിന്നീട് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ HSCയിൽ കിട്ടിയാൽ അഡ്മിഷൻ നേടാമെന്നുള്ള ഒരു ഉദ്ദേശം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിങ്ങൾക്ക് മെറിറ്റ് കോട്ടയിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടുകയും അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടുന്ന സാഹചര്യത്തിൽ ഇവിടെ SWS വിഭാഗത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും പിന്നീട് നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന്, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഈ വർഷത്തെ +1ൻ്റെ ആ ഒരു ജില്ലയിൽ നടത്തുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് വേണമെങ്കിൽ പുതുതായിട്ട് അപേക്ഷ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷിക്കാൻ പറ്റും. എന്നാൽ പിന്നീട് വരുന്ന യാതൊരുവിധ അലോട്ട്മെൻറ്റുകളിലും പിന്നീട് ആ ഒരു ജില്ലയിൽ നിങ്ങളെ HSC വിഭാഗത്തിൽ പരിഗണിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒന്നിലധികം സ്കൂളുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ, അതായത് ഈ ഒരു HSC വിഭാഗത്തിൽ മെറിറ്റ് കോട്ടയിൽ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി അല്ല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ VHSCയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അഡ്മിഷൻ എപ്പോഴെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഡ്മിഷൻ നേടുക. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു HSC വിഭാഗത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, VHSCയിൽ മാത്രമേ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് VHSCയിൽ ടെമ്പററിയോ പെർമനൻറ്റോ അഡ്മിഷൻ നേടാൻ പറ്റും. എന്നാൽ നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും രണ്ടിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പിന്നീട് നിങ്ങൾക്ക് അവസരം കിട്ടുന്നതാണ്. എന്നാൽ ഹയർ സെക്കൻഡറിയിൽ പിന്നീട് ആ ഒരു ജില്ലയിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ പുറത്താക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില സമയത്ത് പല വിദ്യാർത്ഥികൾക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണ് താല്പര്യമുള്ളതെങ്കിൽ അങ്ങനെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ജോയിൻ ചെയ്യാം. ഹയർ
സെക്കൻഡറിയോട് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടാം. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും താല്പര്യമുണ്ട്, എന്നാൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടിയാൽ അഡ്മിഷൻ നേടാമെന്നുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങളെ നോൺ ജോയിനിങ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തി പിന്നീട് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയുടെ ബാക്കിയുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിലൊന്നും നിങ്ങൾക്ക് പുതുതായിട്ട് അപേക്ഷിക്കാനോ അല്ലെങ്കിൽ നൽകിയ അപേക്ഷ എഡിറ്റ് ചെയ്യാനൊന്നും ഒരിക്കലും അവസരം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിങ്ങൾക്ക് മെറിറ്റ് കോട്ടയിലോ അല്ലെങ്കിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലോ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിലോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മാത്രമേ വേണ്ടൂ എന്നാണെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം ഇല്ല. എന്നാൽ ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും രണ്ടിലും അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നിങ്ങൾക്ക് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ താല്പര്യമുള്ള കോഴ്സാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാറാം. അതല്ലെങ്കിൽ നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടുന്നതായിരിക്കും നല്ലത്. കാരണം ഹയർ സെക്കൻഡറിയുടെ അഡ്മിഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ, അതായത് അപേക്ഷയിൽ തെറ്റുകളൊന്നുമില്ല, എന്നാൽ അപേക്ഷയിൽ തെറ്റുകളൊന്നും ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ഏത് കോട്ടയിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു കോട്ടയിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ ഈ വർഷത്തെ ആ ഒരു ജില്ലയിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും. പിന്നീട് ഒരു ചാൻസ് കിട്ടത്തില്ല. അതുപോലെ നിങ്ങൾക്ക് തന്നെ ഹയർ സെക്കൻഡറിയിൽ മെറിറ്റ് കോട്ടയിലും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ സ്പോർട്സ് കോട്ടയിലുമാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കോട്ടയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം. കാരണം ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ സ്പോർട്സ് കോട്ടയിലാലും അല്ലെങ്കിൽ മെറിറ്റ് കോട്ടയിലാലും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അഡ്മിഷൻ നേടാവുന്നതാണ്. കാരണം ഈ ഒരു രണ്ട് കോട്ടയിലും ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, HSCയിലും VHSCയിലും രണ്ടിലും അലോട്ട്മെൻറ്റ് കിട്ടി, HSCയിൽ തന്നെ പല വിഭാഗത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടി, VHSCയിൽ അലോട്ട്മെൻറ്റ് കിട്ടി, രണ്ടിലും അതായത് ഈ ഒരു 3 വിഭാഗത്തിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തന്നെ മതി എന്നാണെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ചില വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, എന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടുക. കാരണം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ മാത്രമേ നിലവിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഉള്ളൂ. ഹയർ സെക്കൻഡറിയിലെ ഏതൊരു വിഭാഗത്തിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടുക. അതേസമയം നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടിയിട്ടില്ല, ഹയർ സെക്കൻഡറിയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടുക. ഒന്നുകിൽ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടുക. അതുപോലെ ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടി വരിക. ഇനി നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഹയർ സെക്കൻഡറിയിലോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലോ അഡ്മിഷൻ നേടുക. അപ്പോൾ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ ആ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, പിന്നീട് നിങ്ങളെ ആ ഒരു ജില്ലയിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങളെ പങ്കെടുപ്പിക്കുന്നതല്ല. അതായത് പിന്നീട് നിങ്ങൾ നോൺ ജോയിനിങ് എന്നുള്ള വിഭാഗത്തിലാണ് വരിക. പിന്നീട് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അതായത് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടി, എന്നാൽ നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണ് അഡ്മിഷൻ നേടിയത്, ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തൊട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും യു ആർ നോൺ ജോയിൻഡ് കാൻഡിഡേറ്റ് ഹെൻസ് യു ആർ നോട്ട് കൺസിഡർഡ് ഫോർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതായത് നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പിന്നീട് പുറത്താക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് അപേക്ഷിച്ച് പിന്നീട് ജില്ലാതല ട്രാൻസ്ഫറായി അങ്ങനെ മാറുന്നതിനായിട്ടുള്ള അവസരം ഉണ്ട് എങ്കിലും അതൊക്കെ കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറിയിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തന്നെ മതി എന്നാണെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങൾ അഡ്മിഷൻ നേടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ, അതായത് അപേക്ഷയിൽ തെറ്റൊന്നുമില്ല, അപേക്ഷയിൽ തെറ്റുണ്ട് എന്നാൽ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ തന്നിട്ടില്ല എങ്കിലാണ് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് വീണ്ടും കൊടുക്കാൻ പറ്റുക. എന്നാൽ അപേക്ഷയിൽ തെറ്റൊന്നും കൂടാതെ തന്നെ നിങ്ങൾ ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടുകയും ഹയർ സെക്കൻഡറിയിൽ ജോയിൻ ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങൾ പുറത്താക്കപ്പെടും. പിന്നീട് ആ ഒരു ജില്ലയിലെ അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടില്ല എന്നുള്ളത് നിങ്ങൾ വിദ്യാർത്ഥികളായാലും രക്ഷിതാക്കളായാലും ഈ ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞ വർഷം ആ ഒരു രീതിയിൽ പല വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടി ഇഷ്ടമില്ലാത്ത സ്കൂളായിരുന്നിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കാതെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരുന്ന പല വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അവസാനം ഈ ഒരു രീതിയിൽ, അതായത് ഈ നോൺ ജോയിൻഡ് കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിലാണ് റിസൾട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് ഒക്കെ വരുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പോലും വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷ നൽകാനുള്ള അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത
ഇഷ്ടമുള്ള സ്കൂളായിരുന്നാലും ഇല്ലാത്ത കോഴ്സ് ആയിരുന്നാലും നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.